16,000 കിലോമീറ്റർ ഓടിയ 2023 ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്, മാനുവൽ ആണ് 20 അബവ് പോയാനല്ലേ? അതെ അതെ അതിട്ടുണ്ട്. അത് ഷോറൂമിൽ തന്നെയാണ്, പുറത്തുനിന്നല്ല, ഫുൾ ഷോറൂം സർവീസ്ഡ് ആണ്. അത് ഹിസ്റ്ററിയിലുണ്ട്, ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും മൈലേജ് കണ്ടിട്ട് എടുക്കുന്ന വണ്ടിയല്ല, ഓടിക്കേണ്ട സുഖം, യാത്രാ സുഖം, അത്രയും കംഫർട്ടാണ് വണ്ടി. TSI എന്താന്നുള്ള സാധനം അല്ലേ? അതെ അതെ, TSI പോളോ GT എന്താന്നുള്ള സാധനം ഇത് ഓടിച്ചാൽ മനസ്സിലാവും. 15 വരെയൊക്കെ മാക്സിമം കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് ഹൈവേയിൽ, 14-15 റേഞ്ചിൽ കിട്ടുന്നുണ്ട് മാക്സിമം. അതിനും കൂടുതൽ പറയുന്നവരുണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിരാവിലെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒരു ഹാർബർ പോലത്തെ ഒരു ഏരിയയാണ്. ഒരു ഹാർബറിൻ്റെ സൈഡിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ലോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് വാഹനങ്ങൾ, ഏകദേശം 18ലധികം വാഹനങ്ങൾ, അതിൽ തന്നെ സ്വിഫ്റ്റ് മുതൽ ജാഗ്വർ വരെയുള്ള വാഹനങ്ങളുടെ ഒരു വമ്പൻ കളക്ഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഒരു ഷോറൂമല്ല, ഇത് ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ്, ഒരു വീട്ടിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് ആള്. അപ്പോൾ ഏകദേശം ഇത്രയും വാഹനം സ്റ്റോക്ക് ഉണ്ട്. സ്വിഫ്റ്റ് മുതൽ ജാഗ്വർ വരെയുള്ള വാഹനങ്ങൾ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ വാഹനങ്ങളും ഉണ്ടാവും. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സജീദ് ഭായ് ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്ക്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഫറോക്ക് കരുവന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കരുവന്തിരുത്തി. ഓക്കെ ഓക്കെ, കരുവന്തിരുത്തി പാലത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ബ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ വീട്ടിൽ ഇത്രയധികം സ്റ്റോക്ക് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ആക്ച്വലി ഇത് വീട്ടിൽ കുറച്ച് വണ്ടികൾ വെക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളുണ്ട് മാങ്കാവ് ഭാഗത്ത് ഷോറൂമുള്ള, അവിടത്ത് പാർക്കിംഗ് സെയിലിന് വെക്കാറാണ്. പാർക്കിംഗ് സെയിൽ വെക്കാറാണ്. ഓക്കെ, ഈ ഇതിലും സ്റ്റോക്ക് ഇനിയുണ്ടോ? വരാനുണ്ട്. ഇനിയുണ്ട് 5-6 വണ്ടികളോളം ഉണ്ട്. ഇനിയുണ്ടല്ലേ? കാറുണ്ട്, പിന്നെ 2-3 ഷിഫ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. താറൊക്കെ ഉണ്ട്. അതെ അതെ, താർ ഇവിടെ എത്തിയിട്ടില്ല. ഇല്ല അത് പരിപാടിയിലാണ്. അപ്പോൾ താറിന് വരാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റും. എങ്ങനെയാ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഏത് റൂട്ടിനാണ് വരേണ്ടത്? ഇവർ നേരെ ചമ്രവട്ടം, പൊന്നാനി ആ റൂട്ടിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, പിന്നെ കോഴിക്കോട് നിന്നാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിന് വന്നാൽ മതി അല്ലേ? കരുവന്തിരുത്തി, അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ബാക്കി ഓരോ വാഹനങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടുനോക്കാം. നിങ്ങളെങ്ങനെ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും? വാറണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഫ്ലഡ്, അതേപോലെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ, അങ്ങനത്തെ വണ്ടികളൊന്നും ചെയ്യാറില്ല. അത് നിങ്ങൾ എഴുതി കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലഡ് അല്ലെങ്കിൽ കിലോമീറ്റർ തിരിച്ചത് അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, ഇവര് ഷോറൂമായിട്ടില്ല, പക്ഷേ SS ഡ്രൈവ് എന്നാണ് ഇതിന്റെ പേരില്ല. SS ഡ്രൈവ് ആണ് പേര്. ഞാനും ബ്രദറും കൂടി തമ്മിലുള്ള പരിപാടിയാണ് നടത്തുകയാണല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് വലിച്ചു കിട്ടണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാർസ്, നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷനാണ്, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യ വാഹനം കേടെ സോണറ്റിൽ തുടങ്ങാം. KL5 കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വൈറ്റ് സോണറ്റാണ്. GTയിലാണ്, ഏറ്റവും ടോപ്പൻ്റാണ്. ഏറ്റവും ടോപ്പൻ്റെ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, നിലവിൽ കിലോമീറ്റർ 16 സംതിങ് ഓടിയിട്ടുണ്ട്. പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അൺടച്ച് വണ്ടിയാണ്. ഓക്കെ, പിന്നെ GT ലൈൻ ഫുൾ ഓപ്ഷനാണ്, സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന വണ്ടിയാണ്. പെട്രോൾ, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏറ്റവും ടോപ്പൻ്റെ GT ലൈൻ ഡീസൽ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ, 20 അബവ് കിട്ടുമോ? 20 കമ്പനി പറയുന്നുണ്ട്, നല്ലൊരു 16-17 ഒക്കെ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ അതിനും കൂടുതൽ കിട്ടുന്നുണ്ട്. സിറ്റിയിൽ നമ്മളിങ്ങനെ ഈ ഒരു ഓട്ടത്തിന് 15-16 കിലോമീറ്റർ കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. സിറ്റിയിലൊക്കെ അത് തന്നെ കിട്ടുന്നുള്ളൂ, പക്ഷെ ഹൈവേയിൽ നല്ല കിട്ടുന്നുണ്ട്. ഓക്കെ, 16,000 കിലോമീറ്റർ ഓടിയ 2023 ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്, മാനുവൽ ആണ് 20 അബവ് പോയാനല്ലേ? അതെ അതെ. ഓക്കെ, ഇതല്ലേ വരിക? IMT അല്ലേ വരിക? അല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഓക്കെ ഓക്കെ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഒരു ക്ലെയിമില്ല, ഒന്നും സംഭവിച്ചില്ല. നിലവിൽ വാറണ്ടി കാര്യങ്ങളുണ്ട്, 2028 വരെ 5 വർഷത്തേക്കുള്ള വാറണ്ടി. ഓക്കെ, 5 years വാറണ്ടിയിൽ 28 വരെ ഇപ്പോൾ വാറണ്ടി. നിങ്ങൾക്ക് എന്ത് പണി വന്നു കഴിഞ്ഞാലും വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 15.80 ആണ്. 15,80,000 രൂപയ്ക്ക് 2023 16,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 1 lakh കണ്ട് ഇറക്കാൻ പറ്റുമോ? 14,80 അല്ലെങ്കിൽ ഒരു 15 വരെയൊക്കെ കിട്ടുമല്ലോ? അതിലൊക്കെ കിട്ടാം, മാക്സിമം കിട്ടില്ല. അപ്പോൾ നല്ലൊരു ഡീസൽ വണ്ടിയാണ്. ഈ പറഞ്ഞ വില ചോദിക്കുന്ന വിലയാണ്.
ആസ്കിംഗ് ആണ്. ഫൈനൽ അല്ല, എന്തായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നമ്മളൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. BMW X1 ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനം, ഒരു ബ്ലൂ കളർ വാഹനം. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡലാണ്. ആ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ, പിന്നെ ഏത് ഓപ്ഷൻ? എക്സ്പെഡിഷൻ ആണ് ഓപ്ഷൻ വരുന്നത്. സൺറൂഫ് ഉണ്ടാവില്ല, എക്സ്പെഡിഷൻ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. പിന്നെ നിലവിൽ സിംഗിൾ ഓണറാണ്. ഫുൾ ഷോറൂം സർവീസ്ഡ് വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററി. എന്തെങ്കിലും ക്ലെയിമോ ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. ബാക്കിൽ ടൈൽ ലാമ്പിന്റെ അത് മാറിയിട്ടുണ്ട്. ഡിക്കിന്റെ അവിടെ ചെറുതായിട്ട് പെയിന്റും ചെയ്തിട്ടുണ്ട്. അത് ഷോറൂമിൽ തന്നെയാണ്, പുറത്തൊന്നല്ല. ഫുൾ ഷോറൂം സർവീസ്ഡ് ആണ്. അത് ഹിസ്റ്ററിയിലുണ്ട്. ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻഷുറൻസ് നിലവിൽ ഇൻഷുറൻസിന് ഒരു 4-5 മാസത്തോളം ഇൻഷുറൻസ് ഉണ്ട്. ഒരു ഒറിജിനൽ കേരള വണ്ടിയാണ്, റീവണ്ടി അല്ല. BMW X1 ആണ്. 2018 76,000 കിലോമീറ്റർ ഓടിയ എക്സ്പെഡിഷൻ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. എത്ര കൊടുക്കാം? ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 24,80 ആണ്. 24,80,000 രൂപ ചോദ്യം. അതെ. വില എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന. തീർച്ചയായിട്ടും അത് വില നമ്മൾ പറയുന്നത് നോക്കണ്ട, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും. ഇതിൽ ലോൺ എത്ര കയറും? ഇതെനിക്ക് തോന്നുന്നത് 23 lakhs അടുത്ത് കിട്ടും. ലോണും കിട്ടും. അപ്പോൾ ഒരു 1.80 കണ്ട ഇറക്കാം. അതെ അതെ, അത്ര 2 ലക്ഷത്തിന്റെ അടുത്ത് ലോൺ ഇടും വേണ്ട ആവശ്യക്കാര്. അതെ, കുറച്ചിട്ട് എടുത്താൽ മതി. 2 ലക്ഷത്തിന് അടുത്ത് വരെ കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. മൈലേജ് ഒരു 13-14 ഉണ്ടാവും. അതെ, 13-14 ഒക്കെ സിറ്റിയിൽ കിട്ടുന്നുണ്ടല്ലേ? ഡീസൽ വാഹനമാണ്. ഡീസൽ വാഹനമാണ്. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. SUV മാറി MPV വന്നു, മൾട്ടി പർപ്പസ് വെഹിക്കിൾ. ഇത് ഇന്നോവ ക്രിസ്റ്റയാണ്. രജിസ്ട്രേഷൻ എവിടെയത്? KL 57 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. പറഞ്ഞോളൂ, എങ്ങനെയാണ്? ഇത് 2021 മോഡലാണ്. Z ഓട്ടോമാറ്റിക്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. നിലവിൽ എത്ര കിലോമീറ്റർ ഓടിപ്പോ? നിലവിൽ 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2021 Z ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനം. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. ബമ്പർ മാറിയിട്ടുണ്ട്. എവിടെ? ഫ്രണ്ടോ ബാക്കോ? ബാക്ക് ഫ്രണ്ടിലല്ല. ഓക്കെ. സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ അല്ലേ? കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. പ്രീമിയം ഇൻഷുറൻസ് ഉണ്ട്. ഏറ്റവും കൂടിയ ഇൻഷുറൻസ് ആണ് നിലവിൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, സിംഗിൾ കിടക്കാണ്. ക്രിസ്റ്റയാണ്. Z ഓട്ടോമാറ്റിക്. ഒരു 10 ലെവലൊക്കെ മൈലേജ് ഉണ്ടാവോ? 8 to 10 ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം ഇതിന്റെ മൈലേജും കാര്യങ്ങളും. 10-11 തന്നെയാണ് സിറ്റിയിൽ കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. നമ്മള് 13 ചിലപ്പോൾ അത്രയും കണ്ടിന്യൂസ് സ്ട്രൈറ്റ് അല്ലാതെ 9, 10, 11 ആ റേഞ്ചിൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ ഇതൊന്നും മൈലേജ് കണ്ടിട്ട് എടുക്കുന്ന വണ്ടിയല്ല. ഓടിക്കേണ്ട സുഖം, യാത്രാ സുഖം. അത്രയും കംഫർട്ടാണ് വണ്ടി. എത്ര കൊടുക്കുക ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 29,50. 29,50,000 രൂപയ്ക്ക് 2021 ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് വാഹനമാണ്. ലോൺ ഒരു 90% കിട്ടുമോ? 25 അടുത്തൊക്കെ എന്തായാലും കിട്ടും. 25 അടുത്തായിട്ട് കിട്ടും അല്ലേ? അത്രയാണ്. ഓക്കെ. അടുത്തത് ഒരു റെഡ് പോളോ GT ആണ് വന്നിരിക്കുന്നത്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. 18 രജിസ്ട്രേഷന്. ഓക്കെ. സെക്കൻഡ് ഓണർ. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 53,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. നിലവിൽ മാർച്ച് വരെ വാറണ്ടി ഉണ്ടായിരുന്നു. മാർച്ചിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഷോറൂമിൽ പോയാൽ ചിലപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി അവർക്ക് 1 year കൂടി കിട്ടും. കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ കറക്റ്റ് സർവീസ് ആണ്. ഷോറൂമിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ഇതിൽ ചിലപ്പോൾ കിട്ടാം. നോക്കാം, ജസ്റ്റ് നോക്കി നോക്കാം. 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന GT 53,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പാ? ഇല്ല, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. DSG ഗിയർ ബോക്സ് ആണ്. TSI എന്താന്നുള്ള സാധനം അല്ലേ? അതെ. TSI പോളോ GT എന്താന്നുള്ള സാധനം ഇത് ഓടിച്ചാൽ മനസ്സിലാവും. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 8,75,000. 8,75,000. 17 മോഡൽ 18 രജിസ്ട്രേഷൻ 53,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് പോളോ GT നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 7-7.5 വരെയൊക്കെ ലോൺ കിട്ടും. 6-6.5 അത്രയൊക്കെ കിട്ടും. ഓക്കെ. പ്രൊഫൈൽ കൂടുതലുള്ളവർക്ക് കിട്ടാറുണ്ട്. നോർമൽ പ്രൊഫൈലാണ് അത്ര വരെ കിട്ടും അല്ലേ? 6 വരെയൊക്കെ. ഓക്കെ. പിന്നെ ഒരു 15,000 കിലോമീറ്റർ ഓടുമാണ് ഇതിന് സർവീസ് വരിക. അത്യാവശ്യം ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാവില്ലേ? ഒരു 8,000 ഒക്കെ കാണണ്ട. കമ്പനി എമൗണ്ട് എന്തായാലും കാണാം. 8-10 ആ റേഞ്ചിൽ കാണും. ഓക്കെ. പക്ഷേ ഡ്രൈവിംഗ് അത്രയും കംഫർട്ടാണ്. അതെ, തീർച്ചയായും. അടുത്തത് ടാറ്റ നെക്സോൺ ആണ്. ഇതും KL 11 തന്നെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. കോഴിക്കോട് ജില്ലയാണ്. അതെ. പറയോളൂ, എങ്ങനെ ഡീറ്റെയിൽ?
ഇത് 2021 മോഡലാണ്. ആ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. XMA എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ സെക്കൻഡ് ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. MT ഗിയർ ബോക്സ് ആണ് അല്ലേ? MT. ഓക്കെ. ഓട്ടോ എത്ര പോയി? കറക്റ്റ് ഇപ്പോൾ 36 സംതിങ്. 36 സംതിങ്. ഓക്കെ, നോർമൽ ഓട്ടാണ്. 21 മോഡലല്ലേ? 3 വർഷം കൊണ്ട് 36 സംതിങ് ഓടിയിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു 45 രൂപയുടെ ക്ലെയിം ഉണ്ട്. അത് നമ്മളെ ഡോറിന്റെ സൈഡ് മിറർ മീൻസ് ഗ്ലാസ് റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം? അതെ അതെ. ഓക്കെ. അതും ഇതിന്റെ ഈ ഫ്രണ്ടിന്റെ ഈ ഒരു പോർഷനും വരുന്നത് ഫെൻഡർ സൈഡാ? അതെ. മേജർ അല്ല, ഒരു 44,000 രൂപയുടെ ക്ലെയിം ഉള്ളൂ. അത് ചെറിയൊരു ബൈക്ക് വന്ന് തട്ടിയതായിരുന്നു. അപ്പോൾ ഷോറൂമിൽ നിന്നാകുമ്പോൾ അവർ മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറിയതാണ്. ഓക്കെ. എന്തായാലും ഹിസ്റ്ററി ഉണ്ടല്ലേ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി. അവർക്ക് ഏത് വണ്ടി നമ്മളിത് ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ച് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ചെക്കിംഗ് വാറണ്ടി എന്തായാലും കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. അവരത്രയും മുടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണമല്ലോ. നമ്മൾ വെറുതെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർ നോക്കി അവർക്ക് ഓക്കെയാണ്, ആ വണ്ടിയുടെ ക്യാഷും പ്രൈസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ നോക്കാം. പിന്നെ ചോദിക്കുന്ന പ്രൈസ് നോക്കണ്ട, ആവശ്യപ്പെടാണ് എല്ലാ വണ്ടികൾക്കും. കുറച്ച് തരും. ഓക്കെ ഓക്കെ. അപ്പോൾ 2021 XMA ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഡിസ്പ്ലേയും വരും, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ലൈറ്റ് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഫോഗ് ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, ഡിഫോഗർ ഉണ്ടാവില്ല, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ അതേ ഉള്ളൂ. പിന്നെ സൺറൂഫും ഇല്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക ഇത് പ്രൈസ് വരുന്നത് 780 ആണ്. 7,80,000 ചോദ്യമാണ്. 2021 XMA നെക്സോൺ ആണ്. ഓക്കെ. ഇതും ഒരു 1 lakh കണ്ട് ഇറക്കാൻ പറ്റുമോ ഈ വാഹനം? ഇറക്കാം അല്ലേ? ഓക്കെ. ഒരു 12 to 15 മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ ചെറിയ വാഹനത്തിലേക്ക് വന്നു. സ്വിഫ്റ്റാണ് അടുത്തത്. KL50 രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡലാണ്. ഓക്കെ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ 18,500 ഓടിയിട്ടുണ്ട്. ഓക്കെ, കുറഞ്ഞ ഓട്ടമാണ്. ഓട്ടോ. പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് ഓപ്ഷൻ വരുന്നത്? ZXi പ്ലസ്, ഏറ്റവും ഫുൾ ഓട് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. അലോയ്സ് എല്ലാം ഉണ്ടാവും. ഏറ്റവും ടോപ്പ് എൻഡ്. 18,500 മാത്രം ഓടിയ 2020 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ. സോറി 20 അല്ല 22. സോറി 2022 മോഡൽ സ്വിഫ്റ്റ് ആണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 18 റേഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 16-17 റേഞ്ചിൽ എന്തായാലും കിട്ടും, മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ. മാനുവലാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. നീറ്റ് വണ്ടിയാണല്ലോ. ഓക്കെ. എത്ര കൊടുക്കുക ഇത് 820 ആസ്കിങ്. ചോദ്യം 8,20,000-ന് 2022 ZXi പ്ലസ് മാനുവൽ സ്വിഫ്റ്റ് 18,500 കിലോമീറ്റർ മാത്രം ഓടിയ ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണോ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 7 ലക്ഷം വരെ കിട്ടാൻ 7 lakhs വരെ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഏകദേശം എല്ലാ ബ്രാൻഡ്സും ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ നോർമലി കാണുന്ന എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. ടൊയോട്ട ഉണ്ട്, ഹോണ്ട ഉണ്ട്, മാരുതി ഉണ്ട്, കിയ ഉണ്ട്, വോൾക്സ്വാഗൺ ഉണ്ട്, എല്ലാം ഹ്യുണ്ടായി ഉണ്ട്, എല്ലാ ബ്രാൻഡും കാണുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഹോണ്ടയാണ്. ഹോണ്ടയുടെ ജാസ് ആണിത്. ഇതെവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? ഇത് KL57 57 കൊടുവള്ളിയാണ്, കോഴിക്കോട് ജില്ല. പെട്രോൾ ഡീസൽ? ഇത് പെട്രോൾ മാനുവൽ. ഓക്കെ, മാനുവൽ വാഹനമാണ്. ഏതാ മോഡൽ? 2017 മോഡൽ. ഓക്കെ. V വേരിയൻ്റ് ആണ് വരുന്നത്. വി അന്നത്തെ ഫുള്ളാണോ? അതെ അതെ. VX ഉണ്ടോ? VX ഇല്ല, V ആണ്. 17 അല്ലേ? ഓക്കെ. ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ടല്ലേ? ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് അന്നത്തെ ജാസ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അല്ലേ? മൈലേജ് ഒരു 12 to 15, 16 വരെയൊക്കെ കിട്ടും. നോക്കി ഓടിച്ചാൽ അത്യാവശ്യം മൈലേജ് കിട്ടും. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഹനം അല്ലേ? ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്മൂത്തായിട്ട് സൈലൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണ്. എത്ര ഓടി ഇപ്പോൾ കിലോമീറ്റർ? 68,000 കിലോമീറ്റർ. 17 മോഡലാണ്. വലിയൊരു ഓട്ടമില്ല അല്ലേ? 7 വർഷം കൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കുക ഇത് 575 ആസ്കിങ്. 2017 V ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ ജാസ് ആണ്. 68,000 കിലോമീറ്റർ ഓടിയ ജാസ് ആണ്. ഓക്കെ. 570 അല്ലേ? ഒരു 5 ലക്ഷം വരെ ലോണ് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. ഒരു 4.5 to 5 ആ റേഞ്ച്. ഓക്കെ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ പ്രീമിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. BMW 520D ആണ്. ഓട്ടോ പാർക്കൊക്കെ വരുന്ന മോഡലാണല്ലേ? ഏതാ? 2017 മോഡലാണ്. 18 രജിസ്ട്രേഷൻ. ഓക്കെ. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. KL07 വരുന്നു. ഓക്കെ. കിലോമീറ്റർ 32,000 കിലോമീറ്റർ. 32,000 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. ഫുൾ ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്.
ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല, ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, 18 രജിസ്ട്രേഷൻ വരുന്ന 38,000 കിലോമീറ്റർ ഓടിയ BMW 520D. മൈലേജ് എനിക്ക് തോന്നുന്നൊരു 15 വരെയൊക്കെ മാക്സിമം കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് ഹൈവേയിൽ, 14-15 റേഞ്ചിൽ കിട്ടുന്നുണ്ട് മാക്സിമം. അതിനും കൂടുതൽ പറയുന്നവരുണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കൂട്ടി പറയണ്ട, കൂട്ടി പറയണ്ട, കിട്ടിക്കോട്ടെ. ഇല്ല, അതെ അതെ അത്രേ ഉള്ളൂ. ഓക്കെ, കിട്ടുന്ന പറഞ്ഞാൽ പിന്നെ അതെ അതെ. ഇതിപ്പോൾ എത്ര കൊടുക്കുന്നത്? ഇത് 45, 45 ലക്ഷമാണ് ചോദ്യം. 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, 38,000 കിലോമീറ്റർ ഓടിയ BMW 520D. ലക്ഷറി ലൈൻ ആട്ടോ ഫുള്ള്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഓട്ടോ പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിൽ മാക്സിമം ലോൺ കയറും? ഇതിലെന്തായാലും ഒരു 35 ലാക്സിൻ്റെ അടുത്ത് ലോൺ കിട്ടും. 35 ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ബാക്കി ചിലപ്പോൾ നിങ്ങളുടെ ട്രാക്ക് നോക്കിയിട്ട് ചിലപ്പോൾ കൂടുതലും കിട്ടും, അതിന് വേറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കുറച്ചിട്ടാണ് പറയുന്നത് ചോദിക്കുന്ന ലോണൊക്കെ. ഓക്കെ, കൂട്ടി പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് അതെ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ കരിമ്പുലി വന്നിരിക്കുകയാണ്. ജാഗ്വാർ XF ആണ്. KL 52 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2018 രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലാണ്. അതെ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. എന്താ പറയുക, ഇത് റോഡിലൂടെ പോകുമ്പോൾ എല്ലാവരും നോക്കും. അങ്ങനെ ഇങ്ങനെ കാണൂല, പക്ഷേ ഇതിൻ്റെ ഒരു ബോഡി എന്താ പറയുക, ഒരു ബിൽഡ് ക്വാളിറ്റി കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോകും അല്ലേ, സ്റ്റൈല്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ക്ലെയിം ആണ് വണ്ടി. 0 ക്ലെയിം. ഓക്കെ, നിലവിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അല്ല, നമ്മുടെ കരിമ്പുലി എവിടെ? കരിമ്പുലി ഇത് എവിടെയാണ് കിടക്കുന്നത്? ഇത് ന്യൂ ഷേപ്പാണ്, ഓൾഡ് ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ അല്ലേ, ബോണറ്റിൽ? അതെ അതെ. ഓക്കെ, അപ്പോൾ 2018 രജിസ്ട്രേഷൻ വരുന്ന XF, ഏറ്റവും ഫുൾ ഓപ്ഷൻ ജാഗ്വാർ. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 28,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി എല്ലാം പോയിട്ടുണ്ടല്ലേ? ഷോറൂം സർവീസിലാണ്. 0 ക്ലെയിം ആണ്. ഇൻഷുറൻസ് ഇനി 5 മാസം കൂടി ഉണ്ട്. 5 മാസം കൂടി. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര വരും സാധാരണ നമ്മൾ റെഗുലർ സർവീസിനൊക്കെ പോകുകയാണെങ്കിൽ? സർവീസിനൊക്കെ നോർമലി അത് തന്നെ വരാറ്. പാർട്സിനാണ് ശരിക്കും 25-30 വരും. അതെ, ആ ഒരു ഇത് വരും റെഗുലർ സർവീസിന്. ഓക്കെ, പാർട്സിനാണ് മെയിനായിട്ട്. മാത്രം വരില്ല, എന്നാലും ഇത് യൂസ് ചെയ്യുന്നവർ ആ ഒരു ഉള്ള ആൾക്കാരായത് സാധാരണക്കാർ എടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർ തന്നെ എടുക്കുള്ളൂ. ഓക്കെ, ഇതിനെ പറ്റി അറിയുന്നവരെ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 35,000. 35,50,000 രൂപയ്ക്ക് 2018 രജിസ്ട്രേഷൻ വരുന്ന XF വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ജാഗ്വാർ XF ആണ്. ഓക്കെ, ലോണ് എത്ര കയറും? എന്തായാലും ഒരു 30 ലാക്സിൻ്റെ അടുത്ത് ലോണ്, ഒരു 5 ലക്ഷം കണ്ട് ഇറക്കാം. അതെ അല്ലേ? ഓക്കെ, അടുത്ത ഫോർഡ് എക്കോസ്പോർട്ടാണ്. അങ്ങനെ ഫോർഡും വന്നു കഴിഞ്ഞു. KL 57 രജിസ്ട്രേഷൻ, കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ. ഡീസൽ മാനുവലാണ്. ഏതാ മോഡൽ? ടൈറ്റാനിയം പ്ലസ്. ഏറ്റവും ടോപ്പിൻ്റെ ഇയർ ഏതാ വരുന്നത്? 2019. ഓക്കെ, 19 ഡീസൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. 2019 ഓട്ടം എത്ര പോയി? ഓട്ടവും 52,000 കിലോമീറ്റർ. 52. വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ല, ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടൂലേ? അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ചെറിയൊരു വൃത്തിക്കുറവ് തോന്നുന്നുണ്ടല്ലോ. സ്ക്രാച്ച് കാര്യങ്ങൾ ഇന്നലെ എടുത്തിട്ടുള്ളൂ. പരിപാടികൾ ചെയ്യാണ്ട്, അപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചാണ്. ഓക്കെ, അങ്ങനെ തന്നെ കാണിക്കാണ്. അപ്പോൾ ടയേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയത് മാറുന്നുണ്ട് അല്ലേ? പുതിയ 4 ടയേഴ്സ് മാറും. നിലവിൽ ഇപ്പോൾ കുറവാണ്, വളരെ ഇന്നലെ എടുത്തിട്ടുള്ളൂ, വൈകുന്നേരം എടുത്തതാണ്, പർച്ചേസ് ചെയ്തതാണ്. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നേരെ ഇതിലേക്ക് വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 6 എയർ ബാഗ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വരും. 6 എയർ ബാഗും വരും. അത്രയും സേഫ്റ്റി, അത്രയും പവർഫുൾ ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം ഉള്ള മൈലേജ് ഉള്ള ഒരു അടിപൊളി കോമ്പാക്ട് SUV വാഹനമാണ്. എത്ര കൊടുക്കാത്? ഇത് 9,20,000. 9,20,000 ചോദ്യം അല്ലേ? ഓക്കെ, 2019 ഏറ്റവും ടോപ്പിന് ഡീസൽ എക്കോസ്പോർട്ട്. ഓക്കെ, ഒരു 8-20, 8.5 വരെയൊക്കെ ലോൺ കിട്ടും. 8-20 എന്തായാലും കിട്ടും. 7 ലക്ഷം എന്തായാലും കിട്ടും. 7 ലക്ഷം നോക്കാം. അത്രയും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് കിയ സെൽട്ടോസ് ആണ്. KL 84 രജിസ്ട്രേഷൻ, അതായത് മലപ്പുറം കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഒരു വെറൈറ്റി കളറാണ്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കളറാണ്. ബ്ലാക്കും അല്ല, ബ്ലൂ അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. കാണുമ്പോൾ പെട്ടെന്ന് ലോങ് എന്ന് വിചാരിക്കും ബ്ലാക്ക് ആണ്, പക്ഷേ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡലാണ്. ഓക്കെ, GT ലൈന്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് 2022. അതെ. എത്ര ഓട്ടം പോയി? 8,600 കിലോമീറ്റർ.
ഓക്കെ, ഒരു ഫീച്ചറിസ്റ്റിക് വാഹനമാണ്. അത്രയും ഫീച്ചേഴ്സുകൾ വരുന്ന വാരി വിതർന്ന ഒരു വാഹനമാണ്. ഒരു കോമ്പാക്ട് SUV-ൽ വെന്റിലേഷൻ സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ഓക്കെ, 8000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? വാറണ്ടി ഇപ്പോൾ 5 വർഷത്തേക്ക് ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ 27 വരെ ഉണ്ട് അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. ഓക്കെ, ഓട്ടോമാറ്റിക് അല്ലേ പറഞ്ഞേ? അതെ, ഫുള്ളി ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിൽ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 10 to 15 ഇടയിൽ കാണാം. 12, 13 ആ ഒരു 10 ആ ഒരു റേഞ്ചിൽ 11, 12, 13 ആ റേഞ്ചിലാണ്. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ്? 17 ലക്ഷം രൂപ ആസ്കിങ് ചോദിക്കുന്നു. അതെ, 17 ലക്ഷം. 2022, 2027 വരെ വാറണ്ടിയുള്ള കിയ സെൽറ്റോസ് ആണ് GT ലൈൻ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ചോദ്യമാണ് കുറച്ച് തരും. അതിൽ ലോണ് ഒരു 15 അപ്പോൾ കയറൂല? അതെ, എന്തായാലും കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഹ്യുണ്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹ്യുണ്ടയുടെ ക്രെറ്റയാണ്, പഴയ ഷേപ്പ് വാഹനമാണ്. KL 47 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2016 മോഡലാണ്. ഓക്കെ, E+ പെട്രോൾ മാനുവൽ, 1.4 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം അല്ലേ? E+ ബേസ് ഓപ്ഷനാണ്. അതെ, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണ്. ഇല്ലല്ലോ, ഒന്നുമില്ല, 0 ക്ലെയിമാണ്. ഹിസ്റ്ററി ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഞാൻ ന്യൂ ഷേപ്പ് ആക്കിയതാണ്, മാറ്റിയതാണ് അല്ലേ ഈ ഷേപ്പിലേക്ക്? 18ലേക്ക്. ഓക്കെ, ഇതിന്റെ പഴയ ബമ്പറും കാര്യങ്ങളും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. സ്റ്റോക്കിന്റെ ആക്സിഡന്റ് ആയിട്ട് മാറ്റിയതല്ല, അപ്ഗ്രേഡ് ചെയ്യാൻ സ്റ്റോക്ക് ഉണ്ട്. അതെ. ഓക്കെ, നിങ്ങൾ പുള്ളി തന്നെ മാറ്റിയതാണ് ആ ഒരു ഷേപ്പിലേക്ക്. 2016 മോഡലാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് ആസ്കിംഗ് പ്രൈസ് 7 ലക്ഷം രൂപ. 7 ലക്ഷമാണ് ചോദ്യം. ഒരു 5.5 ലോൺ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും, 5.5 ലോൺ കിട്ടും. മാത്രമല്ല പിന്നെ മൈലേജ് ഏകദേശം ഒരു 1.4 ആയതുകൊണ്ട് കുറച്ച് മൈലേജ് കിട്ടും. ആ ഒരു I20യുടെ ഒക്കെ ലെവലിൽ എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ? ഒരു 13, 14, 11 ടു അത്രയും കിട്ടും. ഓക്കെ, അടുത്തത് ഒരു ഡീസൽ പോളോ. ഇതും റെഡ് കളറാണ്. ഇവിടെ ഇപ്പോൾ 3 പോളോ ഉണ്ട്, 3 റെഡാണ് അല്ലേ? ഓക്കെ, ഇത് ഡീസൽ പോളോ ആണ്. KL 29 രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2019 മോഡൽ, ഡീസൽ മാനുവലാണ്. അതെ. ഓക്കെ, എത്ര ഓട്ടം പോയി? 54,000. വലിയ ഓട്ടം പോയിട്ടില്ല. 1.5 ആ ഒരു. ഓക്കെ, 1.5 ഡീസൽ. അത്യാവശ്യം എന്താ പറയുക, ഒരു 18-20 റേഞ്ച് മൈലേജും ഉണ്ടാവും, നല്ല പവറും ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ടർബോ എഞ്ചിനാണ് വരുന്നത്. ഈ അലോയ്സിലൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇത് ലിമിറ്റഡിൽ പെട്ട വണ്ടിയാണ്. ഡയമണ്ട് കട്ട് അലൈവിൽ കാര്യങ്ങളൊക്കെ ഷോറൂം തന്നെ ഇതായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അതെ, എല്ലാ ഫീച്ചേഴ്സും കവറൊക്കെ അഡീഷണൽ ചെയ്തതാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ചെയ്തതാണ്. ഓക്കെ, ഷോറൂം സർവീസ് വണ്ടിയാണ്. ഓക്കെ, 19 മോഡൽ ഡീസൽ സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് പോളോ. എത്ര കൊടുക്കുക ഇത്? ഇത് 7,80,000 രൂപ. 7.80 ചോദ്യം അല്ലേ? ഓക്കെ, 7,80,000 രൂപയ്ക്ക് ലോൺ ഒരു 1 lakh ഒക്കെ കണ്ടിറക്കാൻ പറ്റും. ഇത് 1 lakh കണ്ടിറക്കാം. ഓക്കെ, 15,000 കിലോമീറ്ററിലാണ് സർവീസ് വരിക. ഒരു റെഗുലർ സർവീസിന് ഒരു 10-12,000 കമ്പനി നീയാളെ കാണ്ടി വരും അല്ലേ? ഓക്കെ, വീണ്ടും ഒരു നെക്സോൺ വന്നിരിക്കുകയാണ്. KL 79 രജിസ്ട്രേഷനുള്ള ഒരു ടാറ്റ നെക്സോൺ. പറഞ്ഞോളൂ. ഇത് 2022 മോഡലാണ്. ഓക്കെ, XMS എന്ന് പറഞ്ഞ വേരിയന്റ്. സൺറൂഫ് വരുന്ന ഓപ്ഷൻ. XM-ൽ സൺറൂഫ്. നേരത്തെ നമ്മൾ കണ്ടാൽ XM ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് XM സൺറൂഫ് വരുന്ന ഓപ്ഷനാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും XM-നെ പോലെ തന്നെ സെയിം ആയിരിക്കും. സൺറൂഫ് അഡീഷണൽ വരും. സെക്കൻഡ് ഓപ്ഷനാണ് XM എന്ന് പറഞ്ഞാൽ. 22 എന്ന് പറയുമ്പോൾ വാറണ്ടി 25 വരെ വാറണ്ടി ഉണ്ട്, ടാറ്റ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനം. അടുത്ത വർഷം 3-ാം മാസം വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, നിലവിൽ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല, 0 ക്ലെയിം ആണ്. ഓക്കെ, ഓട്ടോ എത്ര പോയി? 36,000 കിലോമീറ്റർ. 36,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ, 0 ക്ലെയിമിൽ നിൽക്കുന്നൊരു വാഹനമാണ്. മൈലേജ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 11 to 15 അതിൻ്റെ ഉള്ളിൽ. മാനുവൽ ആയത് കുറച്ചും കൂടി 15-16 വരെ കാണാം. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക? ഇത് 8,30,000 രൂപ. 2022 XMS ഓപ്ഷൻ വരുന്ന നെക്സോൺ ആണ്. 8,30,000 രൂപ അല്ലേ? ഓക്കെ, ലോണും 1 lakh കണ്ടാൽ ഇത് തുറക്കാമല്ലോ. അതെ, വേറെ ഒരു പണിയില്ലല്ലോ ഇപ്പം നിലവിൽ. ഞാൻ പറയുന്നില്ല, ലോണ് ഏകദേശം ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കാം. മീൻസ് അല്ല, ലോണിനെ പ്രൊമോട്ട് ചെയ്യല്ല. ഇനിയിപ്പോൾ വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ലോൺ വേണം എന്നുള്ളവരുണ്ടാവും. അതുകൊണ്ട് ചോദിക്കണം. ആ ഒരു ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന ആ ഒരു രീതിക്ക് ബഡ്ജറ്റ് കുറച്ചാൽ അത്ര ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. വണ്ടിയുടെ മൂല്യം പിന്നീട് ഭാവി വിൽക്കണം എന്നുണ്ടെങ്കിലും നഷ്ടം നമുക്ക് മറ്റേ ഇൻട്രസ്റ്റിലേക്ക് നമുക്ക് വണ്ടീനെക്കാട്ടും കൂടുതൽ വില അതിലേക്കാണ് പോവുക. അപ്പം ആവശ്യത്തിന് നമ്മളെ കൈമേലെ
മീൻസ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് എത്ര ഉണ്ടോ അത് മാക്സിമം ചെയ്യുക, എന്നിട്ട് ആവശ്യമുള്ളത് ലോൺ ഇടാം. അതാവും കുറച്ചും കൂടി ബെസ്റ്റ്. ഓക്കെ. നമുക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അവരൊരു ശരിക്കും നമ്മൾ ലോണിൽ പ്രൊമോട്ട് ചെയ്ത് കണ്ട് അവരൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാനും വണ്ടീനോട് ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. പക്ഷേ നമുക്കിപ്പോൾ BM ഒക്കെ എടുക്കാനാണ് താല്പര്യം. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒതുങ്ങുന്നത് രീതി എടുത്തിട്ട് നമ്മൾ ഓരോരോ മുകളിലേക്ക് വരാന്നുള്ള ഒരു രീതി അത്രേ ഉള്ളൂ. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനം ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. നമ്മുടെ ബലീനോന്റെ സെയിം സാധനമാണ്. KL 1 രജിസ്ട്രേഷൻ. അതെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2019 മോഡലാണ്, 20 രജിസ്ട്രേഷന്. ഓക്കെ. V വേരിയന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ. ഇതിന് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. 1.2 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു 13-16 റേഞ്ച് മൈലേജ് ഉണ്ടാവുമായിരിക്കും അല്ലേ? 12-13 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ കൂടുതൽ കിട്ടും. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, സീറോ ക്ലെയിം മേജർ ആയിട്ടുള്ളതല്ല. ബമ്പർ ഒരു പ്രാവശ്യം റീപ്ലേസ് ചെയ്തത്, ബമ്പർ മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. കമ്പനി സർവീസ് പ്രോപ്പർ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 8,40,000 രൂപ. 8,40,000 അല്ലേ? V ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2019 മോഡൽ. 19-20 രജിസ്ട്രേഷൻ വരുന്നത് അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇതും ഒരു 1-1.5 കണ്ട് ഇറക്കാൻ പറ്റില്ല ലോണ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മുടെ അവസാനത്തെ വണ്ടിയും കാണിച്ചു. ഇനി നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്തത്. ഇനി എപ്പോഴാണ് അടുത്ത സ്റ്റോക്ക് എപ്പോഴാണ് നിങ്ങളെ ഉണ്ടാവും? ആക്ച്വലി വരാറുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഓവർ ഇതിലേക്ക് അങ്ങനെ ഒരു ഇതായിട്ടാണ്. വണ്ടികൾ ഇനിയുണ്ട്, 3-4 സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇതാണ്. ഓക്കെ. ഇനി എൻക്വയറി വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. താറുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്. അതൊന്നും എത്തിയിട്ടില്ലല്ലേ? പോളിഷിങ് കാര്യങ്ങളിലാണ്. അതേപോലെ തന്നെ വേറെ പോളോ ഉണ്ട്, ഒരു പോളോ ഉണ്ട്, പെട്രോൾ ഉണ്ട്, വേറെ 2-3 ഉണ്ട്. സ്വിഫ്റ്റ് വരാനുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ അത്രയാണ് സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഇവരുടെ നമ്പർ. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വന്നിട്ട് നോക്കാം. വണ്ടി ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കില്ല? എവിടെ കൊണ്ടുവരും ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവുമല്ലോ? എല്ലാം കൊടുക്കും. വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ? വീട്ടിലുണ്ടാവും. ഞാൻ പറഞ്ഞാൽ ഷോറൂമിൽ നമ്മളെ ഫ്രണ്ട്സിലെ ഷോറൂം ഉണ്ട്, അവിടെ പാർക്ക് ആൻഡ് സെയിലുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങോട്ടേക്കും ഉണ്ടാവും. പാർട്ടി വരികയാണെങ്കിൽ വണ്ടി എവിടെയുള്ള വെച്ചാൽ അങ്ങോട്ടേക്കും ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ വിട്ടുവരുത്. അതേപോലെ തന്നെ മാക്സിമം ഷെയർസും കൊടുത്ത് നമ്മളെയും ഹെൽപ്പ് ചെയ്യണം, അത് മറന്നു വരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക്സ്. ബൈ.